ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സ്ലീവ് കട്ട് ചെയ്യുന്നതാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മെഷർമെന്റ് എടുക്കുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ എടുത്തു. ഞാനിപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതായിട്ടോ കാണിക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാട്ടോ. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്ലൗസിനാണെങ്കിൽ നമുക്ക് താഴെ മടക്കി അടിക്കാനായിട്ടുള്ള പീസ് വേണം. അപ്പോൾ തയ്യൽ തുമ്പും ഈ താഴെ മടക്കി ഇങ്ങോട്ടേക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ടുള്ള പീസ്. അപ്പോൾ അതിന് ഞാനൊരു 1 ഇഞ്ച് വേണം. ബ്ലൗസിനാണെങ്കിൽ അത് വേണം. ലൈനിങ്ങിനാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ചുരിദാറിനൊക്കെ ആണെങ്കിൽ അറേഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ബ്ലൗസിൻ്റെ കാണിക്കപ്പോൾ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 1 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി വേണം നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് 7 ഇഞ്ച്. അപ്പോൾ മുകളിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ പോകുന്ന തയ്യൽ തുമ്പിടുക. ചില ആൾക്കാർ 4 ഇഞ്ച് ഇടുന്നു, ചില ആൾക്കാർ 1/2 ഇഞ്ച് ഇടും. അപ്പോൾ നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പിട്ട് തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ചാണ് ഇടുന്നത്. ഞാനത് മാർക്ക് ചെയ്തു. അപ്പോൾ 7.25 വന്നത്. എൻ്റെ 7 ഇഞ്ചാണ് 7.25 വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ 7.25 ഒരു പോയിന്റ് കാണിക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ മാർക്ക് ചെയ്യുക. ഇത് രണ്ടും കൂടി അങ്ങൊരു ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ 36 ചെസ്റ്റുള്ള ഒരാളുടെ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെസ്റ്റിൻ്റെ അളവ് എടുക്കണം. നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവല്ല കേട്ടോ, ചെസ്റ്റിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ, നമ്മുടെ കൈക്കുഴിയുടെ വരുന്ന അവിടുത്തെ അളവാട്ടോ. കൈക്കുഴിയുടെ നമ്മുടെ ഈ കൈയിൻ്റെ ആ ഒരു ഇത് വരുന്നതാണ്. ബ്രസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും. ചെസ്റ്റിനേക്കാളും ബ്രസ്റ്റിൻ്റെ വണ്ണം നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ആ അളവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ചെസ്റ്റ് 36 അളവ് വരുന്ന ഒരാളുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൈ എത്രയാണ് ഷേപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത്. അപ്പോൾ ഈ 36നെ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക കേട്ടോ. 10 കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.6 3.6 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 36 ഉള്ള ചെസ്റ്റിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3.6 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3.6 മാർക്ക് ചെയ്തു. അതായത് 3.5 ഒരു പോയിന്റ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലൊരു വരയിട്ട് കൊടുക്കാം. നിങ്ങൾ കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരയിട്ടിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുന്ന ഷേപ്പ് എടുക്കുമല്ലോ. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 36നെ ഡിവൈഡ് ബൈ 4 ചെയ്യാം. 36നെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്. ഈ 9 കിട്ടുമ്പോൾ -1 ചെയ്യുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. ഇതാണ് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അതായത് 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. ആ 9ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ 8 ആണ് നമ്മുടെ ആ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേപ്പ് എടുക്കുക. ഇവിടെ 8 കണ്ടോ, ഈ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് 8 പിടിക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ആ 3.6ൻ്റെ വരച്ചില്ലേ, അതിലോട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ വെളിയിലോട്ട് പോകരുത്. ഇങ്ങനെ കറക്റ്റായിട്ട് ആ ലൈനിലോട്ട് മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമുക്കിവിടെ നിന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം നമുക്ക് കിട്ടി. നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരയിട്ടേക്കുന്നുണ്ട്. ഇവിടെ നിന്നേ ഇങ്ങനെ നിങ്ങൾ വരച്ച് പോകരുത്. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങാൻ. കണ്ടോ, ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമുക്ക് കുറച്ച് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അതല്ലാതെ ദാ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് തന്നെ കേട്ടോ. അതും ഇങ്ങോട്ടൊന്നും പോകരുത്. ഇത് കയറിയോ ഇറങ്ങിയോ ഒന്നും പോകരുത്. ഈ ലൈനിൽ കൂടി തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് കണ്ടോ, ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് ആയിരിക്കും ഇത്.
അപ്പോൾ ഇത്രയും ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഇവിടുത്തെ വണ്ണം എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. എൻ്റെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 5.5 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 5.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. മുകളിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തില്ല, അതും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതങ്ങ് വരയ്ക്കുക. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വേണമെങ്കിൽ നമുക്കിത് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കർവിൻ്റെ സ്കെയിലുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ വരയ്ക്കാം. കാരണം നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും ഇതിൽ വരച്ചാലും ഒരു ചെറിയൊരു കർവുണ്ട് നമ്മുടെ സ്ലീവിന്. നമ്മളത് കൈ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു കർവ് വരും, കണ്ടോ? കഴിഞ്ഞു. പിന്നെ നമ്മളിത് നേരെ കട്ട് ചെയ്യരുത്, നമ്മളിത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇതിങ്ങനെ ചരിച്ച് വേണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ പോയിന്റിൽ കൂടി കേട്ടോ. ഇതിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മടക്കി തയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ ചരിഞ്ഞല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഈ ലൈൻ ബ്ലൂ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്യാനായിട്ട്, പിങ്ക് ലൈനിൽ കൂടി പോരുത് കേട്ടോ. അത് ഫ്രണ്ട് പീസാണ്. കാരണം അതിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിൽ കൂടി നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ പിടിക്കും നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത്, ഇപ്പം നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ, ഈ രണ്ടാമത് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തതിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒരു അര ഇഞ്ച് തികച്ചില്ല കേട്ടോ, ഒരു പോയിന്റ് കുറവാണ്. ഇത്രയും മതി. കൂടുതൽ അര ഇഞ്ച് കറക്റ്റായിട്ട് 1/2 ഇഞ്ച് എടുത്ത് അങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല. ഇത് കണ്ടോ, ഒരു പോയിന്റ് കുറവാണ്. കുഴിച്ചിങ്ങനെ വരച്ചാൽ മാത്രം മതി കേട്ടോ. ഇതിങ്ങനെ ചില ആൾക്കാർ ഇത് 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാർക്ക് ചെയ്തൊക്കെ വെട്ടുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട്. നമ്മൾ സ്ഥിരം നമ്മൾ ചെയ്ത് വരുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.